അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് ഈ ട്രിഗ്നോമെട്രിക് എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിച്ച ചാപ്റ്റർ ഉണ്ടല്ലോ ഈ കൊല്ലത്തെ, അതിൽ ദ ലാസ്റ്റ് സബ് പാർട്ടാണെന്ന് പറയാം. ഓക്കെ, ശരിക്കും ഇതാണ് ഇത്തിരി വലിയ ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ പറയാവുന്നത്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ് ഇനി പഠിക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ 4 ടോപ്പിക്കാണ് മെയിനായിട്ട് പഠിക്കണേ. ഫസ്റ്റ് പഠിച്ചത് എന്താ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്നുള്ളതിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. സെക്കൻഡ് പഠിച്ചത് 30 ഡിഗ്രിയുടെയും 0 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നൊക്കെ പറയുന്ന ചില ആംഗിളുകളുടെ ട്രിഗ്നോമെട്രിക് വാല്യൂസ് പഠിച്ചു. തേർഡ് നമ്മൾ പഠിച്ചത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് പഠിച്ചു. ഇനി പഠിക്കാൻ പോണതാണ് എന്ത്, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താ ഒരു ഐഡൻറ്റിറ്റി എന്നാണ് അറിയേണ്ടതല്ലേ. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. a+b² a-b² ഒക്കെ പഠിച്ചിട്ടില്ലേ. ഒരു എക്സാമ്പിളായിട്ടാണ് കേട്ടോ പറയുന്നത്. ട്രിഗ്നോമെട്രിയിൽ ഐഡൻറ്റിറ്റി അല്ല ഇത്, നിങ്ങൾ ഓൾജിബ്രൈക്ക് ഐഡൻറ്റിറ്റി എന്നും പറഞ്ഞിട്ട് 9th പഠിച്ചിട്ടുണ്ട്. a² + 2ab + എന്തെന്നാ b². ഇതിനെ നമ്മളൊരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളിവിടെ എക്കും ബിക്കും എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈ LHS എന്ന് പറയുന്ന ആളും RHS എന്ന് പറയുന്ന ആളും എപ്പോഴും എന്താവും, ഈക്വലാവും. അതായത് എന്താ, ഒരു കാര്യത്തിനെ ഐഡൻറ്റിറ്റി എന്ന് വിളിക്കണമെങ്കിലത്തെ കണ്ടീഷൻ എന്താ, നമ്മൾ ഇവിടുത്തെ എക്കും ബിക്കും പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെയും LHSഉം RHSഉം എന്ത് വരണം, സെയിം വരണം. അങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾ പഠിച്ചണം മറ്റു ഓൾജിബ്രൈക്ക് ഐഡൻറ്റിറ്റി ആലോചിച്ചാലും. a-b² വരുമ്പോൾ എന്താ വരിക, a² - 2ab + എന്താ, b². അവിടെ എക്കും ബിക്കും എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും LHSO RHSO നിങ്ങൾക്ക് എപ്പോഴും എന്തേ കിട്ടുള്ളൂ, ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എപ്പോഴും ഏത് വാല്യൂവിനും ട്രൂ ആയി കിട്ടുന്ന ഒരു സംഭവത്തിനെ നമ്മൾ എന്തെന്ന് പറയുള്ളൂ, ഐഡൻറ്റിറ്റി എന്ന് പറയുള്ളൂ. അപ്പോൾ ട്രിഗ്നോമെട്രിയിലേക്ക് വരുമ്പോഴും അതേ മീനിങ് ആണ്. എന്ന് വായിച്ചു നോക്കൂ. ആൻ ഇക്വേഷൻ ഇൻവോൾവിങ് എന്തെന്ന് എഴുതിയിരിക്കണത്, ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ആൻ ആംഗിൾ ഇസ് കോൾഡ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി. അപ്പോൾ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണത്, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുക. പക്ഷേ എല്ലാ ഇക്വേഷനെയും ഐഡൻറ്റിറ്റി എന്ന് വിളിക്കില്ല. അതിനായിട്ടുള്ള കണ്ടീഷൻ എന്താ, ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് ദി ആംഗിൾ എന്നാണ് പറയണേ. അതായത് നിങ്ങൾ ഐഡൻറ്റിറ്റീസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് ശരിക്കും. നിങ്ങൾ പഠിച്ചാണ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ഏതാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ 1 ആയിട്ട് എഴുതാവുന്നത്. ഇങ്ങനത്തെ റിസൾട്ട് ഞാൻ എഴുതി തന്നല്ലോ ഫസ്റ്റ് ഭാഗത്ത്. sin² θ + cos² θ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, 1 ആണെന്ന് പഠിച്ചില്ലേ. നിങ്ങളിത് കോംപ്ലിമെൻ്ററി ആംഗിളിൽ ഇത് നിറയെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. കാരണം എന്താ, ഇതിനൊരു ഐഡൻറ്റിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം എന്താ, ഇതിപ്പോൾ sin² 37 + cos² 37 എന്ന് കണ്ടാൽ നിങ്ങൾക്ക് നേരെ എന്ത് എഴുതാം, 1 എഴുതാം. sin² 90 ഡിഗ്രി + cos² 90 ഡിഗ്രി എന്ന് കണ്ടാലും ആൻസർ എത്രയാണ്, 1 ആണ്. അതായത് ഇവിടുത്തെ തീറ്റയ്ക്ക് പകരം നിങ്ങൾ എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈ റിസൾട്ടിൻ്റെ LHSഉം RHSഉം എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് ഒരു ഉദ്ദേശമാണ്. ഈ എഴുതിയേക്കാണ് ഇക്വേഷനിൽ തീറ്റയ്ക്ക് നിങ്ങൾ എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താന്ന് കിട്ടും, ഈക്വലാന്ന് കിട്ടും. അതുകൊണ്ടാണ് അതിനെന്തെന്ന് വിളിക്കണേ, ഒരു ഐഡൻറ്റിറ്റി എന്ന് വിളിക്കണത്. അപ്പോൾ തീറ്റയ്ക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും ട്രൂ ആയിട്ട് വരുന്ന ട്രിഗ്നോമെട്രിക് ഇക്വേഷനുകളെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുക, ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുക. ഇതുപോലെ നിങ്ങൾ പഠിച്ച മറ്റൊരു ഐഡൻറ്റിറ്റിയാണ് ഏത്, 1 + ഏതാ, tan² θയുടെ ഐഡൻറ്റിറ്റി പഠിച്ചില്ലേ. അതെന്താണെന്ന് പഠിച്ചാണ്, 1 + tan² θ = എന്തെന്നാ, sec² ആണെന്നും. ഇതുപോലെ തന്നെ വേറൊരെണ്ണം പഠിച്ചത് എന്താ, 1 + cot² θ എന്താണെന്ന് പഠിച്ചു, cosec² θ എന്ന് പഠിച്ചില്ലേ. പിന്നെയും നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന ഐഡൻറ്റിറ്റികൾ ഉണ്ട് കേട്ടോ. അതായത് നിറയുണ്ട്, ഞാൻ ഇപ്പോൾ കുറച്ചെണ്ണമാണ് എഴുതണേ. ഈ 3 മെയിനായിട്ട് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ ഉപയോഗിക്കാവുന്നത് ഇതാണ്, tan θ × cot θ. എന്താ വാല്യൂ ഇവിടെ ശ്രദ്ധിച്ചു, രണ്ടിൻ്റെ ആംഗിൾ സെയിം ആണ് കേട്ടോ. tan θ × cot θ എന്ന വാല്യൂ എന്താ വരിക, 1 ആണ് വരിക. എങ്ങനെയാ അത് ശരിയായേ, tan θ × cot θ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം, 1/tan θ എന്ന് തന്നെ എഴുതിക്കൂടെ. അപ്പോൾ tan θയും വെട്ടിപ്പോകുമ്പോൾ ബാക്കി എന്തേ വരുള്ളൂ, 1 വരുള്ളൂ. ഇതുപോലെ തന്നെ ഏതൊക്കെയാണ് വരിക, sin θ × എന്തെന്ന് എഴുതാം, cosec θ എഴുതാം. അതിൻ്റെ വാല്യൂം എന്തുതന്നെയാണ്, 1 തന്നെയാണ്. ഇവിടെ എന്താ ചെയ്യുക, നിങ്ങൾ കൊസീക്കിനെ 1/sin θ എന്ന് എഴുതാമല്ലോ. എന്നിട്ട് ഏത് ക്യാൻസൽ ചെയ്യാം, sin θകൾ വെട്ടിക്കളയാം. ഇതുപോലെ തന്നെ ലാസ്റ്റ് ഏത് എഴുതാം, cos θ × എന്തെന്നാ, sec θ ചെയ്താലും ആൻസർ എത്ര തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോൾ ഈ 6 ഐഡൻറ്റിറ്റികളാണ് ശരിക്കും മെയിനായിട്ടുള്ളത്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പുതുതായിട്ടൊരു റിസൾട്ടിന് ഇവിടെ പഠിക്കാനില്ല. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇനി. ഓക്കെ,
അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ് പോണത്. എന്താ ക്വസ്റ്റ്യനിൽ പറയണേ? പ്രൂവ് ദാറ്റ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഭാഗത്ത് ഇനി ചെയ്യാൻ പോണ ക്വസ്റ്റ്യനുകളൊക്കെ പ്രൂവ് ദാറ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയണത്? എന്താ പ്രൂവ് ദാറ്റ് വന്നേക്കണ ആൾക്കാർ എന്തൊക്കെയാണ്? LHS അതല്ലെങ്കിൽ ചോദിച്ചാണ് എന്താ 1 - sin square theta ഇൻറ്റു 6 square theta ചെയ്യുമ്പോൾ എത്രയാണെന്ന് കാണിക്കണം? 1 ആണെന്ന് കാണിക്കണം. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് എവിടെ നിന്നാണ്? LHS എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പോൾ LHS വന്നേക്കണത് എന്താ? 1 - sin square theta ഇൻറ്റു എന്തെന്നാ 6 square theta. അതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയേണ്ടത് 1 - sin square theta നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുപരിചയം ഉണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 1ഉം sin square ഒക്കെ വരുന്ന വല്ല റിസൾട്ടുകൾ ഉണ്ടല്ലോ. നിങ്ങൾ പഠിച്ചാണ് റിസൾട്ട് എന്താ? നിങ്ങൾ എഴുതിയ ഐഡൻറ്റിറ്റിയിൽ ഏറ്റവും ആദ്യം എഴുതിയത് എന്താ? sin square theta പ്ലസ് cos square theta എന്താണെന്ന് എഴുതിയിട്ടുണ്ട്? 1. നമുക്കിവിടെ ആവശ്യം എന്താ? ഈ രൂപത്തിലല്ല റിസൾട്ട് ആവശ്യമുള്ളത്. പകരം എങ്ങനെയാണ്? 1 - sin square എന്താണെന്നല്ല അറിയണ്ടേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഈ sin squareനെ എവിടേക്ക് കൊണ്ടുപോവുക? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ബാക്കി ലെഫ്റ്റ് സൈഡിൽ എന്തേ ഉള്ളൂ? ഒരു cos square theta മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്തേ? ഈ എഴുതിയ റിസൾട്ടിൽ sin square theta റൈറ്റിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? sin square theta റൈറ്റിലോട്ട് പോകുമ്പോൾ 1 - sin square theta എന്നല്ലേ വരിക. ഇനി എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക്? ഇപ്പോൾ എഴുതിയ റിസൾട്ട് എന്താണെന്ന് ശ്രദ്ധിച്ചു. cos square theta എങ്ങനെ എഴുതാം? 1 - sin square theta എന്ന് എഴുതിക്കൂടെ? ഈ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ ആവശ്യം. അതായത് എന്തെന്നാ നമ്മുടെ ആൻസറിൽ 1 - sin square കാണാനുണ്ടല്ലോ. അയാൾക്ക് പകരം അപ്പോൾ നിങ്ങൾക്ക് ആരെ കൊടുക്കാം? cos square theta കൊടുത്തൂടെ? അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ? 1 - sin square thetaക്ക് പകരം എന്ത് കൊടുത്തു? cos square theta എന്ന് കൊടുത്തു. ഇൻറ്റു നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ sec theta എന്ന് വെച്ചാൽ എന്താ? ഇതിൽ ഉപയോഗിച്ചാണ് മറ്റൊരു റിസൾട്ട് ഇതാണ്. sec theta നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 1/cos theta എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ sec square theta അപ്പോൾ എന്താ എഴുതാൻ പറ്റുക? 1/cos square theta എന്ന് എഴുതാം. അപ്പോൾ ആ രണ്ട് റിസൾട്ടുകളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അതായത് എന്തെന്നാ? സീക്കിനെ 1/cos theta എന്ന് എഴുതാം. അപ്പോൾ sec squareനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/cos square theta എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്ത രണ്ട് സ്റ്റെപ്പുകളുള്ളൂ. ഒന്ന് cos square theta ഈക്വൽ ടു എന്താണെന്ന് എഴുതി 1 - sin square theta എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചു. പിന്നെ സീക്കിന് പകരം 1/cos എന്നുള്ള മാറ്റവും വരുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യൂ. ഈ cos സ്ക്വയറും ഇവിടുത്തെ cos സ്ക്വയറും മൊത്തത്തിൽ ക്യാൻസലായി പോയില്ലേ? ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? 1 ആണെന്നല്ലേ വന്നത്. അത് നിങ്ങളുടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ടിൻ്റെ എന്തായി? RHSലോട്ട് എത്തിയില്ലേ? അപ്പോൾ therefore എന്താന്ന് പറയാം ആൻസർ? പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയല്ലോ. അപ്പോൾ therefore എന്തെന്ന് എഴുതി വയ്ക്കുക? ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഏത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ പ്രൂഫ് വരിക. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനും അതെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചാണത് എന്താ? LHS എന്ന് പറയുന്നത് 1 + tan square theta ഇൻറ്റു cos square theta. അതും എന്താണെന്ന് പ്രൂവ് ചെയ്യണം? 1 ആണെന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്ന റിസൾട്ട് എന്താ? ഇതാ ഞാൻ പറഞ്ഞത്, ഐഡൻറ്റിറ്റി പല രൂപത്തിലായിട്ട് ചോദിച്ചു വരാം. ഈ 1 + tan square theta പറ്റി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. എന്തെന്നാ? 1 + tan square theta is same as എന്തെന്നാ? sec square theta ആണെന്ന് അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്ന സ്റ്റെപ്പ് എന്താ? 1 + tan squareന് പകരം എന്ത് കൊടുക്കാം? sec square theta കൊടുക്കാം. ഇൻറ്റു ഇപ്പുറത്തുള്ള cos square theta ആദ്യം അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഇനി എന്ത് ചെയ്യുക? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ? sec square theta നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 1/cos square theta എന്ന് എഴുതാലോ. ഇൻറ്റു തൊട്ടുപുറത്ത് എന്തുണ്ട്? ഒരു cos square theta ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത് തന്നെയാണ്. എന്തെന്നാ? sec squareനെ എങ്ങനെ എഴുതിയതാ? 1/cos square. ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള എൻ്റെ ബേസ് എവിടെയാണ് പഠിച്ചേ? ഈ റിസൾട്ട് പഠിച്ചിരുന്നല്ലോ. സീക്കിനെ 1/cos എന്ന് എഴുതാം. അതേ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് sec squareനെ 1/cos square എന്ന് എഴുതിയത്. ഇതിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റുക? cos squareും ഇവിടുത്തെ cos squareും പോയി കിട്ടില്ലേ? ബാക്കി വരുന്നത് അപ്പോൾ എന്താ? അവിടെയും ആദ്യം 1 തന്നെയല്ലേ കിട്ടണത്. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ടിൻ്റെ RHS ആയില്ലേ? അപ്പോൾ ഇവിടെയും ആൻസർ എന്ത് കൺക്ലൂഡ് ചെയ്യുക? therefore hence proved എന്ന് പറഞ്ഞിട്ട് ആൻസർ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യനെ ചോദിക്കണേ മറ്റൊരു രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ സൈഡിലായിട്ട് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനെ ചോദിക്കുന്ന മറ്റൊരു രീതിയാണ് പ്രൂവ് ദാറ്റ്. PT എന്ന് വെച്ചാൽ പ്രൂവ് ദാറ്റ് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കണേ. പ്രൂവ് ദാറ്റ് നിങ്ങളോട് ചോദിക്കാവുന്നത് ഇങ്ങനെയാണ്: 1 - sin theta ഇൻറ്റു 1 + sin theta ഇൻറ്റു തൊട്ടപ്പുറത്ത് ചോദിച്ചാണ് അടുത്തത് 1 + tan square theta. ഇതിൻ്റെ വാല്യൂം എന്താണെന്ന് കാണിക്കാൻ ചോദിക്കാം.
1 തന്നെയാണെന്ന് കാണിക്കാൻ ചോദിക്കാം. അതായത് ഈ എഴുതിയിരിക്കണ ക്വസ്റ്റ്യന് ശരിക്കും ഏത് തന്നെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ a+b ഇൻറ്റു a-b എന്തെന്ന് എഴുതാൻ പറ്റുക. ഇത് എഴുതി വെച്ചാൽ മതി. റിസൾട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ മതി. ചെയ്യേണ്ട രീതി ഓർമ്മയിലിരുന്നാൽ മതി. ഓക്കെ, a+b ഇൻറ്റു a-b എന്തെന്ന് എഴുതാം? a² - b² എന്നല്ലേ എഴുതാൻ പറ്റുക. ശരിയാണല്ലോ. ആ സെയിം ലോജിക്ക് വെച്ചിട്ട് ഈ രണ്ട് പേരെ അപ്പോൾ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? 1 - sin θ ഇൻറ്റു 1 + sin θ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? 1² - sin² θ എന്നല്ലേ വരിക. ശരിയാണോ? ഇൻറ്റു 1 + tan² എന്താ? അത് നമ്മളിപ്പോൾ തന്നെ എഴുതിയതാ. 1 + tan² എന്തെന്ന് എഴുതാം? sec² എന്ന് എഴുതിക്കൂടെ? ഇപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി കണ്ടോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ എന്തായി മാറി? ഈ 1 + sin ഇൻറ്റു 1 - sin എന്തെന്ന് എഴുതി? 1² - sin² എന്ന് എഴുതി. ഇൻറ്റു 1 + tan² sec² എന്ന് എഴുതി. ഈക്വൽ ടു എന്തെന്നായി? 1. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇങ്ങനെയായി മാറി. ശരിയല്ലേ? ഇനി ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾ. ഇതായിട്ടില്ലായിരുന്നോ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 1² എന്ന് വെച്ചാൽ അത് എന്തുതന്നെയാണ്? 1 തന്നെയാണ്. 1 - sin² θ കണ്ടോ? 1 - sin² θ ഇൻറ്റു തൊട്ടപ്പുറത്ത് വന്നാണ് sec² θ. ഇവിടെയും sec² θ തന്നെയല്ലേ. അപ്പോൾ ഒരേ ക്വസ്റ്റ്യനാണ്, ഇങ്ങനെയും ചോദിക്കാം ആ ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ a+b ഇൻറ്റു a-b ഫോമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും ഓർമ്മയിൽ വെച്ചോളുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞത് ഓർത്ത് വെച്ചോളൂ. കാരണം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനെ തന്നെ ഇങ്ങനെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. ഇതോടുകൂടി ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ടാണ് ഇനി പോകാൻ പോണേ. ഓക്കെ, അതായിട്ട് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ടാണ് പോണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? പ്രൂവ് ദാറ്റ് 2 cos² θ പ്ലസ് 2/1 + cot² θ ഈക്വൽ ടു എന്താണെന്ന് കാണിക്കണം? 2 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ LHS തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മളൊരു 90% ക്വസ്റ്റ്യനും LHS തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. 1-2 ക്വസ്റ്റ്യനുകൾ RHS തുടങ്ങണതുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ LHS തുടങ്ങുന്ന ക്വസ്റ്റ്യനാണ്. തന്ന ആൾ ആദ്യമേ തന്നെ ഒന്ന് എടുത്തെഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ ടേമിനൊന്നും ചെയ്യണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 cos² θ അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. പ്ലസ് 2/, താഴത്തെ ആൾ ശ്രദ്ധിച്ചോ? അവിടെ ഡിനോമിനേറ്ററിൽ നിൽക്കുന്നത് എന്താ? വല്ല ഐഡൻറ്റിറ്റിയുടെ ഫോമാണോ? അതായത് എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 1 + cot² നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തെന്നാ? 1 + cot² θ ഈക്വൽ ടു എന്താണെന്നാണ് പഠിച്ചാണ്? cosec² θ എന്ന് എഴുതാമെന്നാണ് പഠിച്ചാണ്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് താഴത്തെ 1 + cot² എന്തെന്ന് എഴുതാം? cosec² θ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്തായി റിസൾട്ട്? 2 cos² θ പ്ലസ് 2/cosec² θ എന്നല്ലേ വരിക. അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതാം? 2 cos² θ അതുപോലെ തന്നെ എഴുതി. പ്ലസ് ഈ 2/cosec² ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റി എഴുതണം. അതായത് എന്തെന്ന് എഴുതുക? 2 ഇൻറ്റു 1/ എന്തെന്ന് എഴുതി വെച്ചു? cosec² θ. ശരി തന്നെയാണോ? നിങ്ങൾ വെരിഫൈ ചെയ്തോളൂ. 2 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ എന്തുതന്നെയാണ് വരിക? 2/, താഴത്തെ എന്തുണ്ട്? cosec² θ ഉണ്ട്. ഓക്കെ, ഞാൻ ചെയ്ത സ്റ്റെപ്പ് എന്താ? 2/cosec² 2 ഇൻറ്റു 1/cosec² എന്ന് എഴുതി. അത് എഴുതിയത് ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു കാര്യം ചെയ്യാനാണ്. അതായത് 2 cosec² θ അല്ലെങ്കിൽ cos² θ അങ്ങനെ തന്നെ എഴുതി. ഈ രണ്ടാമത്തെ ടേമിലെ നിങ്ങൾക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 1/cosec θ എന്തെന്ന് എഴുതാൻ പറ്റുക? ആലോചിച്ച് നോക്കൂ. cosec എന്ന് പറയണതിന് എന്തെന്ന് എഴുതാം? അല്ലെങ്കിൽ cosec θ എന്ന് പറയുന്നത് ആരുടെ റെസിപ്രോക്കലാണ്? sin θയുടെ. അതല്ലെങ്കിൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ് cosec. രണ്ട് രീതിയിലും പറയാം. അപ്പോൾ ഞാനിവിടെ എഴുതിയത് എന്താ? sin θനെ എങ്ങനെ എഴുതാം? നമുക്ക് 1/cosec θ എന്ന് എഴുതാം. ശരിയാണല്ലോ? അതിൽ തിരിച്ചു ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്കിപ്പോൾ ആവശ്യം എന്താ? 1/cosecനെ സൈൻ എന്ന് എഴുതാം. അപ്പോൾ 1/cosec² എന്തെന്ന് എഴുതാൻ പറ്റുക? 1/cosec² θ ഉള്ളത് കൊണ്ട് ഇതെന്തായിട്ട് മാറും? 2 sin² θ എന്നുമായിട്ട് മാറും. ഇവിടെ ഞാൻ സൈഡിൽ എഴുതുന്ന റിസൾട്ടുകൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം കേട്ടല്ലോ. കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓരോ മാറ്റങ്ങൾ വരുത്തണേ. അപ്പോൾ അത് പിന്നീട് പുസ്തകം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സൈഡിൽ അത് ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? 1/cosec² എന്തെന്ന് എഴുതി? sin² θ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഈ സ്റ്റെപ്പിൽ. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന 2 പേരിലും ആര് കോമണാ? 2 കോമൺ അല്ലേ? അയാളെ പുറത്തോട്ട് വയ്ക്കുക. ആ 2നെ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കി എന്താ ഉള്ളത്? 2 ഇൻറ്റു ഫസ്റ്റ് ടേമിൽ എന്തുണ്ട്? cos² θ
പ്ലസ് ഈ രണ്ടാമത്തേന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോൾ വരുന്ന സ്റ്റെപ്പ് എന്താ 2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നല്ലേ വരിക. 2 ഇൻറ്റു കോസ് സ്ക്വയറും സൈൻ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക് 1 അല്ലേ. കാരണം എന്താ ഇത് പഠിച്ചിട്ടുള്ളതാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ 1 അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക 2 ഇൻറ്റു 1 എന്നല്ലേ വരും. ഇത് മൊത്തത്തിൽ 1 ആയി പോകും. 2 ഇൻറ്റു 1 ചെയ്ത് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക് 2 തന്നെയല്ലേ. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ടിൻ്റെ എവിടേക്ക് എത്തി RHSലോട്ട് എത്തിയില്ലേ. അപ്പോൾ ലാസ്റ്റ് ദെർഫോർ ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ആൻസർ എന്ത് ചെയ്യാം കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഈ 3 റിസൾട്ടുകളൊക്കെ തന്നെയാണ്. പഠിച്ച കാര്യങ്ങൾ തന്നെ അപ്ലൈ ചെയ്യണുള്ളൂ. പുതുതായിട്ട് ഒരു കാര്യം പോലും ഈ ചാപ്റ്ററിൽ പഠിക്കണില്ല. ഈ ഭാഗത്ത് ഒക്കെ പഠിച്ച കാര്യങ്ങളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചൊക്കെ തരും. അത് കറക്റ്റ് ഓർഡർ ആക്കി എടുത്ത് യൂസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക.